ജലചൂഷണവും ഖനനവും കൊണ്ടില്ലാതാവുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകങ്ങളിലൊന്നായ ശാസ്താംകോട്ട തടാകം. തടാകം വറ്റിവരളുമ്പോഴും ജലചൂഷണം തുടരുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തടാക സംരക്ഷണത്തിനായി പ്രഖ്യാപിച്ച കോടികൾ എവിടെയെന്ന് ഇന്നും ആർക്കും അറിയില്ല. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലാണ്. ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിൻ്റെ വിശേഷങ്ങളാണ്. ശാസ്താംകോട്ട തടാകം കൊല്ലം ജില്ലയുടെ കുടിനീരിൻ്റെ ഉറവയാണ്. ആ ഉറവയുടെ ഇന്നത്തെ അവസ്ഥ അതാണ് റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് പരിശോധിക്കുന്നത്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഹരിതമനോഹരമായ കുന്നുകൾക്കിടയിൽ ചിതറിക്കിടക്കുന്ന അതിവിസ്തൃതമായ നീലത്തടാകം. ശാസ്താംകോട്ട തടാകത്തിൻ്റെ മടിത്തട്ടിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ശാസ്താംകോട്ട ഒരു നാടിൻ്റെ ജീവനാഡിയാണ്. കൊല്ലം ജില്ലയ്ക്ക് ആകമാനം കുടിനീരെത്തിക്കുന്ന ജീവനാടി. പക്ഷേ ഈ തടാകം വറ്റി വരളാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഈ തടാകത്തിൻ്റെ സംരക്ഷണത്തിനായി നാളുകളായി ഈ നാട്ടുകാർ തന്നെ മുറവിളി കൂട്ടുകയാണ്. മലയാളിയുടെ സ്വന്തം ശുദ്ധജല തടാകത്തിൽ ഇന്ന് നിറയുന്നത് സങ്കടത്തിന്റെ ഉപ്പുരസം. 20 കിലോമീറ്ററിലായി പരന്നുല്ലസിച്ച തടാകം ഇന്ന് കണ്ണുവെട്ടത്തേക്ക് മാത്രമായി ചുരുങ്ങി. ഇത് നമ്മൾ കാണുന്ന ഈ പോച്ച നിൽക്കുന്ന സ്ഥലമാണ് ആദ്യത്തെ ബണ്ട് എന്ന് പറയുന്നത്. പിന്നീടാണ് പുതിയ ബണ്ട് ഇതിന് ചുറ്റും പാറകൾ അടുക്കി പുതിയ ബണ്ട് നിർമ്മിച്ചത്. ആ ബണ്ടിൻ്റെ പൊക്കത്തോളം ഈ തടാകത്തിൽ ജലസമൃദ്ധമായ ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ അതിപ്പോൾ വിസ്മൃതിയിലായിരിക്കുകയാണ്. അടുത്ത ഒരു തലമുറയ്ക്ക് ശാസ്താംകോട്ട ഒരു തടാകം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്നാണ്. ഈ മണൽത്തിട്ടകളും അതുപോലെ തന്നെ അല്ലാതെയുള്ള തുരുത്തുകളും ഇപ്പോൾ രൂപപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ തന്നെ തടാകത്തിൻ്റെ നാശത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ തടാകം തന്നെ നമ്മളെ ഇത് കാണിച്ചു തരികയാണ്. എന്നാൽ വേണ്ടപ്പെട്ട ഇതിനെ സംരക്ഷിക്കേണ്ട അധികാരികൾ ഇത് കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കൊല്ലം നഗരത്തിന്റെയും 6 പഞ്ചായത്തുകളിലെയും പ്രധാന കുടിവെള്ള സ്രോതസ്സാണ് ശാസ്താംകോട്ട തടാകം. 7 ലക്ഷം പേർക്കായി ദിനംപ്രതി 6 കോടിയിലധികം ലിറ്റർ ജലമാണ് ഈ തടാകത്തിൽ നിന്ന് ഊറ്റുന്നത്. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഏകദേശം 1.5 ആൾ പൊക്കം വെള്ളമുണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ അതൊരു അതിശയോക്തിയായി നമുക്ക് തോന്നാം. പക്ഷേ ഈ തടാകത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് എന്ന് നമ്മുടെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. പക്ഷേ നമ്മുടെ ഇതിനെ സംരക്ഷിക്കേണ്ടവർക്ക് അവർ കണ്ണ് തുറന്ന് ഇത് കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ലോഡ് കണക്കിന് മണ്ണിട്ടടിച്ച് നികത്തി ഒരു കളിസ്ഥലമോ അല്ലെങ്കിൽ മറ്റൊരു ഉദ്യാനം നിർമ്മിക്കുന്നതിനുള്ള തടാകത്തോട് തീരത്തോട് ചേർന്ന് ഉദ്യാനം നിർമ്മിക്കുന്നതിനുള്ള ആ ഒരു രീതിയിലാണെന്നായിരിക്കും പുതിയൊരാൾ ഇതിനെ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്നാൽ തടാകത്തിൻ്റെ ഈ ഭാഗങ്ങൾ ഏകദേശം 1.5 ആൾ പൊക്കത്തിൽ വെള്ളമുണ്ടായിരുന്ന ഈ ജലം മുഴുവൻ ഇപ്പോൾ ഉൾവലിഞ്ഞ് കരപ്രദേശമായി മാറിയിരിക്കുകയാണ്. കുന്നുകളും പുഞ്ചപ്പാടങ്ങളും നിറഞ്ഞിരുന്ന തടാക പരിസരം ചൂഷണങ്ങൾക്ക് വിധേയമായി. പണ്ട് കൈക്കുമ്പിളിൽ കോരിക്കുടിച്ച വെള്ളം ഇന്ന് മലിനമാണ്. ഈ തടാകം ഇത്തരത്തിൽ ചെറിയ കുളങ്ങളായി രൂപപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തും എന്ന് സോയിൽ കൺസർവേഷൻ്റെ ഒരു പഠനം അവർ പറഞ്ഞിട്ടുണ്ട്. 2050 ശാസ്താംകോട്ട ശുദ്ധജല തടാകം ചെറിയ കുളങ്ങളായി രൂപാന്തരപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ അതിന് ബലമേകുന്ന തരത്തിലാണ് ഈ തുരുത്തുകൾ ഈ തടാകത്തിന് ചുറ്റും വളർന്നുകൊണ്ടിരിക്കുന്നത്. കിലോമീറ്ററുകളോളം തടാകത്തിലെ ജലം വറ്റി. അപൂർവമായി ഉണ്ടായിരുന്ന മത്സ്യസമ്പത്ത് മുത്തശ്ശിക്കഥയായി. നാളത്തെ തലമുറയ്ക്ക് കൂടി തടാകത്തെ ഉപയോഗപ്പെടുത്താനുള്ള ഇടപെടലുകളാണ് വേണ്ടത്. ഈ തടാകത്തിലെ തെളിനീരിനെ ഊറ്റിയെടുക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച 34 കോടി രൂപയുടെ ജലവിതരണ പദ്ധതിയുടെ പൈപ്പ് ലൈനുകൾക്ക് മുകളിലാണ് ഞാൻ ഇരിക്കുന്നത്. പദ്ധതി പക്ഷേ നടപ്പായില്ല. അതുപോലെ തന്നെയാണ് ഈ തടാക സംരക്ഷണ പ്രവർത്തനങ്ങൾ. സർക്കാർ പ്രഖ്യാപിച്ച ഒരു തരത്തിലുള്ള തടാക സംരക്ഷണ പ്രവർത്തനങ്ങളും ഇതുവരെ ഈ മണ്ണിൽ നടപ്പായിട്ടേയില്ല.
തടാകം ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. ഇവിടെ നിന്ന് കുടിനീരൂറ്റിയെടുക്കുന്നവർ ഈ തടാക സംരക്ഷണത്തിനായി ഒരു വാക്കുപോലും മിണ്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് ഈ നാട് പ്രക്ഷോഭത്തിന്റെ വക്കിലാണ്. തടാകത്തെ വീണ്ടെടുക്കാൻ, പുനർജീവിപ്പിക്കാൻ അവർ പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ്. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം അരുൺ രാജ്, 24.